നമ്മുടെ വിധേയൻ സിനിമയ്ക്കകത്തെ ഭാസ്കര പട്ടേലിൻ്റെ ഓർമ്മയില്ലേ? അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക സിനിമയ്ക്കകത്തെ ഒരു ക്യാരക്ടർ. അതിനെയൊക്കെ അങ്ങ് മറന്നേക്കട്ടോ. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കേട്ടാൽ നിങ്ങൾ അത് ഞെട്ടിപ്പോകും. കാരണം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ പുതിയ സിനിമയായ കണങ്കാവല് മമ്മൂക്കയുടെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം, ഇതാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഡേഞ്ചറസ് പ്രകടനം, ഭയാനകമായ പ്രകടനം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കണ്ട പഴയ കഥാപാത്രം പോലെയല്ല. കാരണം ഇത്തവണത്തെ വില്ലൻ അലറി വിളിക്കുന്ന വില്ലനല്ല, ഭയങ്കര ലൗഡായ വില്ലനെ അല്ല. പകരം ഒരു നമ്മളെയൊക്കെ മരവിപ്പിക്കുന്ന ഒരു സൈലൻസ് ആണ് പുള്ളിക്കാരൻ്റെ ആയുധം. ഒരു ഭീഷണിപ്പെടുത്തലിൻ്റെയൊക്കെ ഒരു വേറൊരു ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് വേണം പറയുക സിനിമ. അത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയാണ്. കാരണം ഇതിന് മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും ബാക്കിയുള്ള ആളുകളുടെയൊക്കെ അഭിനയം കൊണ്ടാണ് ഈ സിനിമ വേറൊരു ലെവലിലേക്ക് മാറുന്നത്. മമ്മൂക്കയുടെ പെർഫോമൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സിനിമയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതൊരു രക്ഷയുമില്ലാത്ത ഭയങ്കര സ്ലോ ബേൺ ക്രൈം ത്രില്ലറാണ്. ഒരു ബോർഡർ ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് കൊലപാതകങ്ങളും കാണാതാവലും അത് അന്വേഷിക്കാൻ വരുന്ന വിനായകൻ്റെ പോലീസ് ടീം വരുന്നു. പിന്നെ ട്വിസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം ട്വിസ്റ്റ് എന്ന് പറയാനില്ല. കാരണം കൊലയാളി ആരാണെന്ന് സിനിമയ്ക്ക് മുന്നേ, സിനിമ തുടങ്ങുമ്പോഴേ അറിയാം. സിനിമയ്ക്ക് മുന്നേ നമുക്കറിയാമല്ലോ. കാരണം മമ്മൂക്ക സീരിയൽ കില്ലറായിട്ട് വേഷം കെട്ടാൻ പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ മാർക്കറ്റ് ചെയ്യുക. ഇപ്പോൾ അതിനായകനാണ് ഞാൻ മമ്മൂക്ക തന്നെ ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സസ്പെൻസ് അല്ല സിനിമയുടെ ഒരു ഹൈ എന്ന് പറയുന്നത്. കാരണം ഇത് ആര് കൊന്നു എന്നുള്ള ഒരു പരിപാടിയല്ല ഇതിനകത്ത് വരുന്നത്. കാരണം ഇയാളെ എങ്ങനെ പിടിക്കുക എന്നുള്ളൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം കളിയാണ് ഇപ്പോൾ ഈ സിനിമയുടെ മെയിൻ അട്രാക്ഷൻ. പിന്നെ മമ്മൂക്കയുടെ ഈ റോൾ എന്തുകൊണ്ടത്തെ സ്പെഷ്യലാണ് ഞാൻ പറയാൻ കാരണം, മമ്മൂക്കയുടെ പഴയ വില്ലൻ ഹിസ്റ്ററി നോക്കി നമുക്കറിയാം. വിധേയനോ പാലേരി മാണിക്കോ അല്ലെങ്കിൽ മുന്നറിയിപ്പിനകത്തെ കഥാപാത്രമോ അല്ലെങ്കിൽ നമ്മുടെ പ്രമേയകവോ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലെ കിടു പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ വേറെ റേഞ്ച് കാണിച്ചു തന്നാൽ ഇതിനകത്ത് ഇത് സാധാരണ വില്ലല്ല, നമ്മുടെ വീടിനൊക്കെ തൊട്ടടുത്ത് ജീവിക്കുന്നതെന്നും നമുക്കൊന്നും മനസ്സിലാകത്തില്ലാത്ത ഒരു സൈക്കോയെ പോലെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച ഒരാളാണത്. ഭയങ്കര റിയലിസം ഉള്ള ഒരു കഥാപാത്രം. ഈ സിനിമയിലെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ മമ്മൂട്ടി ഒന്നും ചെയ്യാതെ തന്നെ നമ്മളെ പേടിപ്പിക്കും. അതായത് ഒരു ഓവർ ആക്ടിങ്ങോ വലിയ ഡയലോഗോ അങ്ങനൊന്നുമില്ല. ഭയങ്കര ഷോക്കിംഗ് സൈലൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചുണ്ടിലെ ചെറിയ ചിരി കൊണ്ടോ അല്ലെങ്കിൽ സിഗരറ്റ് കടിച്ചു പിടിക്കുന്ന രീതി കൊണ്ടൊക്കെ നമ്മളെ അങ്ങ് അൺകംഫർട്ടബിൾ ആക്കും തിയേറ്ററിൽ തന്നെ. മമ്മൂക്കയുടെ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് നമ്മൾ സാധാരണ ത്രില്ലർ എന്ന് പറഞ്ഞ പടം അതൊരു ത്രില്ലർ എലമെൻറ്റിൽ നിന്ന് മാറി ആക്ച്വലി ഇതൊരു ശരിക്കും ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യോപാത്തിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്റ്റഡി പോലെ മാറുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് പിന്നെ കാണാൻ കഴിയും. കാരണം ക്യാരക്ടർ ആൻഡ് മാനറിസങ്ങളും അതിൻ്റെ ഡെപ്തും ഒക്കെയാണ് ഇതിൻ്റെ ശരിക്കും കഥയുടെ ഒരു സോൾ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിപ്പോയാലും നമ്മുടെ തലേന്ന് ഈ കഥാപാത്രം പോകില്ല, അതിങ്ങനെ കിടക്കും. അതെനിക്ക് തോന്നുന്നു കുറേ നാളുകൾ നമ്മൾ ഈ കഥാപാത്രത്തെ നമുക്ക് എവിടെ കണ്ടാലും ഇത് സ്റ്റാൻലി ദാസ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്നത്, പണ്ട് രാജമാണിക്യം സിനിമ ചെയ്യുമ്പോൾ ആളുകൾ കുറേ പേരെങ്കിലും തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ പറയും മമ്മൂക്ക സുരാജനെ ഇമിറ്റേറ്റ് ചെയ്താൽ കുറച്ച് കൂടുതൽ തിരുവനന്തപുരം ഭാഷ നശിപ്പിച്ച പോലൊക്കെ. അത് ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, വളരെ കാഷ്വലി സംസാരിക്കുന്നതാണ്. ഒരു ഫ്ലോയിൽ അങ്ങനെ മനഃപൂർവ്വം പറയുന്നത് തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ബോർഡർ ഗ്രാമത്തിലൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സെറ്റിലായ വളരെ നാച്ചുറലി തിരുവനന്തപുരത്തൊക്കെ പറയുന്ന ആളുകളുടെ വളരെ ഗംഭീരമായ ഡയലോഗ് പേസിങ്, ഡയലോഗ് ഡെലിവറിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മമ്മൂക്കയുടെ അറിയാം, പണ്ട് തൊട്ടേ മമ്മൂക്ക ഡയലോഗ് ഡെലിവറി എന്ന കാര്യത്തിൽ ഈ ഏറ്റവും അഗ്രഹണ്യനായ ഒരു മനുഷ്യനാണ്. അത് എങ്ങനെ മോഡുലേഷൻ, പറഞ്ഞ സ്റ്റൈൽ ഓഫ് സ്പീക്കിങ്, അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് തിരുവനന്തപുരം ഭാഷ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി, വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം മമ്മൂട്ടി മാത്രമല്ല സിനിമയ്ക്കകത്ത് താരം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജിതിൻ കെ ജോസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ടെക്നിക്കൽ സൈഡ് ഭയങ്കര പൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മജീദിൻ്റെ BGM നമ്മളെ സീറ്റിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് നിർത്തുകളെ. അതുപോലെ ഫൈസൽ അലിയുടെ കിടുക്കൻ ക്യാമറ വർക്കുകളാണ്. സംഭവം ഫുൾ ടെൻഷനും ഡാർക്കും ഒക്കെയാണ്. മമ്മൂട്ടിയുടെ ഈ തണുപ്പൻ വില്ലന് പെർഫെക്റ്റ് ഓപ്പോസിറ്റാണ് നിൽക്കുന്ന വിനായകൻ്റെ പോലീസ് വേഷവും ഗംഭീരമാണ്. വിനായകനൊക്കെ അതിനകത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ വിനായകനെ നായകനാക്കി മമ്മൂക്ക പ്രതിനായകനായ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്. അല്ലെങ്കിൽ ഇത് സാധാരണ ഒരു ക്രൈം ത്രില്ലർ നമ്മൾ കാണാറുള്ള അതുപോലെ സിനിമകളൊക്കെ പോയി കിട്ടിയേനെ. പക്ഷേ ഇത് ഈ ഒരു ചേഞ്ചാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ സിനിമ ഒരു സ്ലോ ബേൺ ക്രൈം ത്രില്ലറാണ്. പിന്നെ അത്തരം ജോണൽ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു പക്ഷേ കുറച്ച് ലാഗെന്നൊക്കെ തോന്നും. പക്ഷേ എനിക്കത് തോന്നിയില്ല. കാരണം പെർഫോമൻസ് കൊണ്ട് അതൊക്കെ അങ്ങ് മേക്കപ്പ് ആയിട്ടുണ്ട്. ഒരു പ്രഡിക്റ്റബിലിറ്റി കുറച്ച് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇത്തരം ത്രില്ലർ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവരുടെ പെർഫോമൻസ് കൊണ്ട് അതൊക്കെ നമ്മൾ മറന്നു പോകും. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഇത് ഒരു ഒഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ക്രൈം സ്റ്റോറി പോലെ തോന്നുമെങ്കിലും ഇത് എനിക്ക് വന്ന ഒരു നടൻ എന്ന രീതിയിൽ മമ്മൂക്കയുടെ അഭിനയത്തിൻ്റെ അൾട്ടിമേറ്റ് ലെവലിൽ എത്തുന്ന ഏറ്റവും നല്ല ഒരു തെളിവാണ് ഈ സിനിമ. അതായത് അദ്ദേഹത്തിൻ്റെ 70കളിലും ഒക്കെ നിൽക്കുന്ന 74 വയസ്സ് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രം എന്ന ഒരു റോളിന് പുതിയ മീനിങ്, അതായത് ഇതിന് മുന്നേ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ പൊളിച്ചെഴുതുക അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കണ്ടാലും ഇത് വർത്താണ്. അത്രയും ഗംഭീരമാണ്. അതുകൊണ്ട് മമ്മൂക്കയുടെ ഏറ്റവും മികച്ച പ്രകടനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ പോയി മാറുക. കാരണം ഇത് സിനിമയോ അല്ലെങ്കിൽ ത്രില്ലർ എന്ന് പറയാതെ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റും. എന്തായാലും എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. താങ്ക് യു.